Hi friends, welcome back to my channel. This is Sarthi Gopalkrishnan. So, ഇന്നത്തെ topic is all about e-commerce website SEO. അത് ഒരു e-commerce സ്റ്റോറിൽ നമുക്ക് എങ്ങനെ SEO ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. കാരണം ഇതിൽ ഒരുപാട് സെക്ഷൻസ് കവർ ചെയ്യാനുണ്ട്. അത് മിനിമം ഒരു 1 വീക്ക് മേ ബി ചിലപ്പോൾ 1.5 വീക്ക് വരെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന ടോപ്പിക്സാണ്. അപ്പോൾ അതിൽ എനിക്കത് ഫുൾ ഒറ്റ സ്ട്രെച്ചിനെടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ചെയ്യുവാണ്. അതൊരു പ്ലേലിസ്റ്റ് പോലെ ഡേ ബൈ ഡേ അപ്ഡേറ്റ് ചെയ്ത് പോകാമെന്നാണ് പ്ലാൻ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അപ്പോൺ റിക്വസ്റ്റ്. ഒരു കിരൺജിത്ത് വേണുഗോപാലാണ് ചോദിച്ചിരിക്കുന്നത് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് SEO ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ പൊതുവേ കമൻസ് നോക്കിയിട്ടാണ് ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നത്. കാരണം എനിക്ക് തന്നെ ഒരു ഉറപ്പ് വേണ്ടേ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ ഞാൻ കവർ ചെയ്യുന്നത് കീവേഡ് റിസർച്ചാണ്. അതായത് ഒരു ഇ-കൊമേഴ്സ് സ്റ്റോറിൽ നമുക്ക് എങ്ങനെ കീവേഡ് റിസർച്ച് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഏതെങ്കിലും ടോപ്പിക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്തെങ്കിലും കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. ഞാൻ പയ്യെ എടുക്കുന്നതായിരിക്കും വീഡിയോസ്. ഓക്കെ, സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സ്ട്രെയിറ്റ് ടു ദ വീഡിയോ. സോ ഈ ഒരു ഫുൾ സെക്ഷനിൽ ഞാൻ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ഇ-കൊമേഴ്സ് കീവേഡ് റിസർച്ച്, ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആർക്കിടെക്ചർ, ഓൺ പേജ് SEO ഫോർ ഇ-കൊമേഴ്സ് സൈറ്റ്സ്, ടെക്നിക്കൽ SEO ഫോർ ഇ-കൊമേഴ്സ്, content marketing for e-commerce sites, e-commerce link building, homepage SEO for e-commerce site full guide. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് ഞാനൊരു ഫുൾ സെക്ഷനിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇ-കൊമേഴ്സ് കീവേഡ് റിസർച്ച് അതായത് ഫസ്റ്റ് ടോപ്പിക്ക് മാത്രമേ ഞാൻ കവർ ചെയ്യുന്നുള്ളൂ. കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. ഓക്കെ, സോ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷോപ്പിംഗ് സൈറ്റ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് അതെങ്ങനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ വെബ്സൈറ്റ് പോലെ തന്നെയാണോ എന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷേ ഒരു നോർമൽ വെബ്സൈറ്റിൽ SEO ചെയ്യുന്ന പോലെ അല്ല നമ്മൾ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ SEO ചെയ്യുന്നത്. ഈവൻ കീവേഡ് റിസർച്ച് തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. ഒരു നോർമൽ വെബ്സൈറ്റിനെ പോലെയല്ല നമ്മൾ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിന് കീവേഡ് റിസർച്ച് ചെയ്യുന്നത്. സോ ദിസ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് കീവേഡ് റിസർച്ച് ഫോർ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്. അപ്പോൾ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു ഇ-കൊമേഴ്സ് സൈറ്റിന് എന്തുകൊണ്ടാണ് SEO ആവശ്യം ആണെന്നുള്ളത്. അപ്പോൾ അതിൽ റിസർച്ചിൽ പറയുന്നുണ്ട് ഏകദേശം 44% ഓഫ് പീപ്പിൾ അവരവരുടെ ഷോപ്പിംഗ് ജേർണി, അതായത് ആദ്യമായിട്ടൊരു സാധനം അവർ ഷോപ്പ് ചെയ്ത് ഓൺലൈൻ ഷോപ്പിങ്ങിൽ വാങ്ങിക്കുന്നത് ഗൂഗിൾ സെർച്ച് വഴിയാണ്. അതായത് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തിട്ടാണ് അവർ ഫസ്റ്റ് അവരുടെ ഷോപ്പിംഗ് ജേർണി ആരംഭിക്കുന്നത്. അതായത് 44% ആളുകൾ. ഒരു ഇ-കൊമേഴ്സ് സ്റ്റോർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 37 അല്ലെങ്കിൽ 37.5% ഓഫ് ട്രാഫിക് വരുന്നത് സെർച്ച് എഞ്ചിനിൽ നിന്ന് തന്നെയാണ്. അതായത് സെർച്ച് എഞ്ചിൻ വഴിയാണ് വരുന്നത്. പിന്നെ 23.6% അതായത് നമ്മുടെ സ്റ്റോറിൻ്റെ ഇ-കൊമേഴ്സ് സ്റ്റോറിൻ്റെ ഓർഡേഴ്സ് ഫുൾഫിൽ ചെയ്യുന്നത് ഡയറക്ട്ലി ഈ ഓർഗാനിക് ട്രാഫിക്കിൽ നിന്ന് തന്നെയാണ്. അതായത് പെയ്ഡ് ട്രാഫിക്കിൽ നിന്നല്ല. 23.6%. ഓക്കെ, അപ്പം ഒരുപാട് ക്യാമ്പയിൻസ് റൺ ചെയ്യുന്നുണ്ട് ഇ-കൊമേഴ്സ് സ്റ്റോറിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഓർഡേഴ്സ് ആവുന്നില്ല എന്നുള്ള അഭിപ്രായം അല്ല കേട്ടോ. അത് ഓർഡേഴ്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ്സ് ചെയ്യുന്നത്. പക്ഷെ ഇതിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഫുൾ ഓർഗാനിക് ട്രാഫിക്കിനെ, അതായത് ഓർഗാനിക് റിലേറ്റഡ് ആണ്. അപ്പോൾ 23.6% ഓഫ് ഓർഡേഴ്സ് നമുക്ക് ഓർഗാനിക് ട്രാഫിക് വഴി തന്നെയാണ് കിട്ടുന്നത്. അപ്പം ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് SEO നമ്മൾ ഇ-കൊമേഴ്സ് സ്റ്റോറിന് തീർച്ചയായും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ടോപ്പിക് ഇസ് കീവേഡ് റിസർച്ച്. അപ്പോൾ ഏതൊരു SEO ക്യാമ്പയിൻ എടുത്താലും, അതിപ്പോൾ ഒരു നോർമൽ വെബ്സൈറ്റ് എടുത്താലും അതുപോലെ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് എടുത്താലും അതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കീവേഡ് റിസർച്ച് ആണ്. അത് ഓൾമോസ്റ്റ് എനിക്കറിയാം 99% ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു SEOയുടെ ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തന്നെ കീവേഡ് റിസർച്ച് ആണ്. ഓക്കെ, സോ ഇനി ഒരു ഇ-കൊമേഴ്സ് സ്റ്റോർ എടുക്കുകയാണെങ്കിൽ നമ്മുടെ നോർമൽ ഒരു വെബ്സൈറ്റ് പോലെയല്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോൾ ഇതൊരു ഷോപ്പിംഗ് സ്റ്റോറാണ്. ശരിക്കും നമ്മുടെ ആമസോണൊക്കെ അറിയാലോ, ഏറ്റവും കിടുവായിട്ടുള്ള ഇ-കൊമേഴ്സ് സ്റ്റോറുകളാണ്. ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരെണ്ണം എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക.
ഇപ്പോൾ ഇതിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതൊരു എന്താ പറയുക, ക്ലോതിങ് സ്റ്റോർ ആണ്. അതായത് മെൻ ആൻഡ് വിമൻ ബോത്ത് ആയിട്ടുള്ള ഒരു ക്ലോതിങ് സ്റ്റോർ ആണ്. അപ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് ഹോം പേജ് ഉണ്ട്. ഓക്കെ, ഹോം പേജ്, പിന്നെ അതുപോലെ കാറ്റഗറി പേജസ് ഉണ്ട്. എന്താണ് ഈ കാറ്റഗറി പേജസ്? ഈ മെൻ എന്ന് ക്ലിക്ക് ചെയ്യുന്നത്, മെൻ ഞാൻ ക്ലിക്ക് ചെയ്യുവാണ്, ഈ ഒരു പേജിനെയാണ് നമ്മൾ കാറ്റഗറി പേജ് എന്ന് പറയുന്നത്. അതായത് എല്ലാ മെൻസ് വെയർ എല്ലാം വരും. അതായത് ഈ മെന്നിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ സംഭവങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കാറ്റഗറി പേജ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ സബ് കാറ്റഗറീസ് ഇഷ്ടം പോലെ ഉണ്ട്. മെൻസ് ടീഷർട്ട് ഉണ്ട്, നിറ്റഡ് ഷർട്ട്സ് ഉണ്ട്, കുർത്താസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഇഷ്ടം പോലെ. ഇതുപോലെ തന്നെയാണ് എല്ലാ ഇ കൊമേഴ്സ് സ്റ്റോറിനും. അതായത് കാറ്റഗറി പേജസ് ഉണ്ടാവും, സബ് കാറ്റഗറി പേജസ് ഉണ്ടാവും, ഒരു ഹോം പേജ് ഉണ്ടാകും അല്ലെ, പിന്നെന്താ ഉള്ളത്, ഒരു പ്രോഡക്റ്റ് പേജ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു ക്ലോതിങ് സ്റ്റോറിൽ എല്ലാം റിലേറ്റഡ് ടു എന്താണ്, ക്ലോത്ത്സ് ആണ്. അപ്പൊ ഇവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നതും ക്ലോത്ത്സ് തന്നെയാണ്. ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു ഗ്രിഡ് സ്റ്റോൺസ് ഗ്രേ ബ്ലോക്ക് ഷോർട്സ് ഇത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഈ ഒരു പേജിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് പേജ് എന്ന് പറയുന്നത്. പ്രൈസ്, ക്വാണ്ടിറ്റി, പിന്നെ ആഡ് ടു കാർട്ട് ബട്ടൺ, അതൊക്കെ വരുന്നതിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് പേജ് എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റഗറി പേജ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഹോം പേജ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പിന്നെ ഇത് പ്രോഡക്റ്റ് പേജ്. ഓക്കെ, സോ ഈ എല്ലാ പേജസും നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കണം. ഓക്കെ, SEO ഒപ്റ്റിമൈസേഷൻ ചെയ്തിരിക്കണം. അതുപോലെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ, ഇപ്പം അതിൻ്റെ ഹോം പേജ് എടുക്കുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ബാനേഴ്സും പിന്നെ അഡ്വർടൈസ്മെന്റ്സും മാത്രമാക്കി ഹോം പേജ് ഇങ്ങനെ കളർഫുൾ ആക്കി മാത്രം ഇടരുത്. കാരണം നിങ്ങൾക്ക് സെർച്ച് റിസൾട്ട്സിൽ ഓർഗാനിക് ട്രാഫിക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഹോം പേജ് ഒരു വലിയ ഫാക്ടറാണ്. അപ്പൊ അതില് നിങ്ങൾ ഒപ്റ്റിമൈസേഷൻ ചെയ്തിരിക്കണം. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള കണ്ടന്റ്, അതായത് ബേസിക് ആയിട്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് ടെക്സ്റ്റ് കണ്ടന്റ് ആണെങ്കിലും, അതുപോലെ നിങ്ങൾക്ക് ഇമേജ്, ബാനേഴ്സ്, ഇതൊക്കെ HTML കോഡാക്കി ചെയ്യാം. ഓക്കെ, അപ്പൊ SEO കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും വെബ്സൈറ്റ്. ഇപ്പൊ നിങ്ങളിപ്പോ ആമസോൺ അല്ലെങ്കിൽ അതുപോലെ റെപ്യൂട്ടഡ് ബ്രാൻഡ്സുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യില്ല. കാരണം അവർക്ക് ഓൾറെഡി ഒരു ബ്രാൻഡ് അവയർനെസ്, ഒരു റെപ്യൂട്ടേഷൻ, ഒരു ബ്രാൻഡ് അവയർനെസ്സും ഉണ്ട്. അപ്പൊ അവർക്ക് ഈ SEO വഴി വന്ന് കണ്ട് ഒരു സാധനം പർച്ചേസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ല. ഇപ്പൊ ഞാനാണെങ്കിൽ ഫസ്റ്റ് ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആമസോണിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ടേ പോകത്തുള്ളൂ. ഇപ്പൊ എനിക്ക് ആമസോണിന്റെ ആപ്പ് തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ SEO റിസൾട്ട്സ് ഒന്നും നോക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. പക്ഷെ അതുപോലെയല്ല പുതിയതായിട്ട് വരുന്ന ഇ കൊമേഴ്സ് സ്റ്റോർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മാക്സിമം ഹോം പേജിൽ ഒരുപാട് അൺനെസസറി ഇൻഫർമേഷൻ സ്റ്റഫ് ചെയ്യണമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഒരുപാട് ഇൻഫർമേഷൻ ആയിക്കഴിഞ്ഞാലും ഭയങ്കര ബോറിംഗ് ആണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ സൈറ്റ് ട്രസ്റ്റ് വർതി ആണെന്ന് കാണിക്കാനുള്ള കുറച്ച് ബേസിക് ഇൻഫർമേഷൻ, ഒരു കണ്ടന്റ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ ബാക്കി ബാനേഴ്സ്, പോസ്റ്റേഴ്സ്, അഡ്വർടൈസ്മെന്റ്സ് എന്ത് വേണേലും നമുക്ക് ചേർക്കാം. എന്നാലും ബേസിക് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ ആഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഹോം പേജ് എന്താണെന്ന് അറിയാം, പ്രോഡക്റ്റ് കാറ്റഗറി പേജസ് എന്താണെന്ന് അറിയാം, പ്രോഡക്റ്റ് പേജ് എന്താണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വേർഡ്പ്രസ് എടുക്കുവാണെങ്കിൽ ഇപ്പം നിങ്ങൾ ചോദിക്കും കാറ്റഗറി പേജസ് ഒക്കെ എവിടെയാണ് വരുന്നത് എന്ന് ചോദിക്കാനുള്ളൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതാണ് ഞാനൊരു ഇ കൊമേഴ്സ് സ്റ്റോർ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇ കൊമേഴ്സ് സ്റ്റോറിൽ നിങ്ങൾ ഇവിടെ പ്രോഡക്ട്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ പ്രോഡക്ട്സിൽ ഓൾ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഇത് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ സ്റ്റോറിൽ ഉള്ള എല്ലാ പ്രോഡക്ട്സും നമ്മൾ ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുവാണ്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എടുക്കുവാണെങ്കിൽ, ഓക്കെ, ഈ പ്രോഡക്റ്റ് ഇപ്പം മെറ്റൽ ഫാബ്രിക് ഫ്ലോർ ലാമ്പ്, ഓക്കെ, ജസ്റ്റ് എക്സാമ്പിൾ ആണ് കേട്ടോ, ജസ്റ്റ് ഒരു ട്രയലിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഒരു പ്രോഡക്റ്റ്. അപ്പോൾ അത് ഞാൻ എഡിറ്റ് ചെയ്യുവാണെങ്കിൽ കണ്ടോ, ഇവിടെ ടൈറ്റിൽ ഉണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, പിന്നെ വേരിയേഷൻസ് ഉണ്ട്, പിന്നെ ഫീച്ചേർഡ് ഇമേജ്, മെയിൻ പ്രോഡക്റ്റ് ഇമേജ് ഉണ്ട്, പിന്നെ അതുപോലെ പ്രോഡക്റ്റ് ഗാലറി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ യോസ്റ്റ് SEO ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു സെക്ഷൻസ് ഫുൾ എല്ലാ സെക്ഷനും നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്തെടുക്കാൻ പറ്റും.
ഇനി ഇത് എങ്ങനെ ഇപ്പം ഇരിക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ലിങ്ക് ഇൻ എ ന്യൂ ടാബ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് പേജ്. അതായത് ആഡ് ടു കാർട്ട് ഓപ്ഷനും സൈസ്, ക്വാണ്ടിറ്റി അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയുള്ളത് കാറ്റഗറി പേജസ് ആണ്. കാറ്റഗറി പേജസ് എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്ട്സിൻ്റെ താഴെ കാറ്റഗറീസ് കണ്ടോ. ഇതെല്ലാം ഓരോ കാറ്റഗറീസ് ആണ്. ഹോം ആൻഡ് ലിവിങ്, പിന്നെ കാറ്റഗറീസും സബ് കാറ്റഗറീസും ആണ് കേട്ടോ. ഇത് മെൻ, വുമൺ, അതും ഇതുപോലെ നമുക്ക് കാറ്റഗറീസും ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് കാറ്റഗറി പേജസിൽ എഡിറ്റ് കൊടുക്കാം. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ നെയിം, സ്ലഗ്, പാരന്റ് കാറ്റഗറി, ഡിസ്ക്രിപ്ഷൻ, തംബ്നെയിൽ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തെടുക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ യോസ്റ്റ് SEO പ്ലഗിൻ വരുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. എനിക്ക് ജസ്റ്റ് ഏതൊക്കെ പേജസ് ആണ് നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കാരണം ചിലർക്ക് കാറ്റഗറി പേജസ് എവിടെ കിടക്കുകയാണ് എന്താണെന്ന് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, സോ ആദ്യം നമ്മൾ കീവേഡ്സ് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് ഈ ഫൈൻഡ് ചെയ്ത കീവേഡ്സ് ചൂസ് ചെയ്യാൻ പഠിക്കണം. അപ്പം ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഹൗ ടു ഫൈൻഡ് കീവേഡ്സ് ഫോർ ഇ-കൊമേഴ്സ് പ്രോഡക്റ്റ് ആൻഡ് കാറ്റഗറി പേജസ്. അപ്പോൾ കൂടുതലും നമ്മൾ വെബ്സൈറ്റുകൾ ഇപ്പോൾ റിസർച്ച് ട്യൂട്ടോറിയൽസ് എല്ലാം പഠിപ്പിക്കുന്നത് എന്താണ്, ഇൻഫർമേഷണൽ കീവേഡ്സ് ആണ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറയുന്നത്. ഓക്കെ, കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇൻഫർമേഷണൽ കീവേഡ്സ് ആയിരിക്കും. ഇൻഫർമേഷണൽ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഹൗ ടു റെഡ്യൂസ് വെയിറ്റ്, അല്ലെങ്കിൽ ഹൗ ടു ഡു ദാറ്റ്, അല്ലെങ്കിൽ ഹൗ ടു ഡു ദാറ്റ്, ഹൗ ടു ഡു ദിസ്, അല്ലെങ്കിൽ ഹൗ ടു മേക്ക് എ കോഫി, അല്ലെങ്കിൽ ഹൗ ടു ഇങ്ങനെ, അതായത് ഒരു ക്വസ്റ്റ്യൻ പോലെയുള്ള ലോങ് ടൈൽ കീവേഡ്സിനാണ് ഇൻഫർമേഷണൽ കീവേഡ്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇ-കൊമേഴ്സ് സ്റ്റോറിൽ ഇൻഫർമേഷണൽ കീവേഡ്സ് ആഡ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഫോക്കസ് എപ്പോഴും എന്താണ്, പ്രൊഡക്റ്റ് സെർച്ചസിലാണ്. അതായത് നമുക്ക് ഏറ്റവും ആവശ്യം പ്രൊഡക്റ്റ് സെർച്ചസ് കിട്ടണം എന്നുള്ളതാണ്. പിന്നെ പ്രൊഡക്റ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള കീവേഡ്സിനെയാണ് നമ്മൾക്ക് ആവശ്യം. ഇൻഫർമേഷണൽ കീവേഡ്സ് എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടന്റ് എഴുതുമ്പോൾ അവിടെയെങ്കിലും യൂസ് ചെയ്യാം. അല്ലാതെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന എന്താണ്, പ്രോഡക്റ്റ് ആണ്. അതായത് പ്രോഡക്റ്റ് ഫോക്കസ്ഡ് കീവേഡ്സ് ആയിരിക്കണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാൻ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കീവേഡ്സിനെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആമസോൺ ആണ്. ഏറ്റവും വലിയ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ ഇ-കൊമേഴ്സിൽ വരുന്ന ആമസോൺ ആണ്. അപ്പോൾ നമുക്ക് കീവേഡ്സിനെ കണ്ടുപിടിക്കാനും ആമസോൺ ആണ് ഏറ്റവും അധികം ഉപകരിക്കുന്നത്. സോ നമ്മൾ ആമസോൺ വെബ്സൈറ്റിൽ പോയി, അപ്പോൾ എനിക്ക് വേണ്ടുന്നത് ഒരു ബേർഡ് ഫീഡർ ആണെന്ന് വെച്ചു. ബേർഡ് ഫീഡർ കണ്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് കീവേഡ്സ് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. ബേർഡ് ഫീഡർ കോംബോ, ബേർഡ് ഫീഡർ ഹാങ്ങിങ് കോംബോ, ബേർഡ് ഫീഡർ ഹാങ്ങിങ് ഫോർ ബാൽക്കണി ഗ്രിൽ, ബേർഡ് ഫീഡർ ഹാങ്ങിങ് വാട്ടർ, ബേർഡ് ഫീഡർ ഫുഡ്, ബേർഡ് ഫീഡർ ഫോർ കേജ്, അങ്ങനെ ഇഷ്ടം പോലെ കീവേഡ്സ് നമുക്ക് കിട്ടും. അപ്പൊ ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണ്, ഇതെല്ലാം ലോങ് ടെയിൽ കീവേഡ്സ് ആണ്. ലോങ് ടെയിൽ കീവേഡ്സിന്റെ ഗുണം എന്താണ്, ലോങ് ടെയിൽ കീവേഡ്സ് കൺവേർട്സ് ബെറ്റർ. കൂടുതൽ കൺവേർഷൻ കിട്ടാൻ സഹായിക്കുന്ന കീവേഡ്സ് ആണ് ലോങ് ടെയിൽ കീവേഡ്സ്. അപ്പൊ അത് മാത്രമാണോ ലോങ് ടെയിൽ കീവേഡ്സിന്റെ പ്രത്യേകത? ലോങ് ടെയിൽ കീവേഡ്സിന്റെ കോമ്പറ്റീഷനും ലോ ആയിരിക്കും. അപ്പൊ ലോ കോമ്പറ്റീഷൻ ഉള്ള കീവേഡ്സിനെ നമുക്ക് റാങ്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, സോ എപ്പോഴും എല്ലാവരും അത് പറയുന്നുണ്ട്, ലോങ് ടെയിൽ കീവേഡ്സ് ആയിരിക്കണം നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, സോ ഇത് ഒരു മെത്തേഡാണ്. പിന്നെ ഇതിന്റെ താഴെ തന്നെ നിങ്ങൾക്ക് ഇത് കണ്ട, ഇൻ പെറ്റ് സപ്ലൈസ്. അപ്പൊ ഈ പെറ്റ് സപ്ലൈസ് എന്ന് പറയുന്നത് കാറ്റഗറിയാണ്. അപ്പൊ ഈ ഒരു കീവേഡ് പെറ്റ് സപ്ലൈസ് എന്ന് പറഞ്ഞ കീവേഡ് നിങ്ങളുടെ കാറ്റഗറി പേജിൽ ഒരു കീവേഡ് ആയിട്ട് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഈ കീവേഡ്സ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് പേജസിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഈ പർട്ടിക്കുലർ ഇത് കാറ്റഗറിയാണ്. ഇത് കാറ്റഗറി പേജസിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഇതാണ് കീവേഡ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ്, അതായത് യൂസിങ് ആമസോൺ. ഇനിയുള്ള മറ്റൊരു മെത്തേഡാണ് കീവേഡ് ടൂൾ ഡോമിനേറ്റർ ടൂൾ യൂസ് ചെയ്യുക എന്നുള്ളത്. keywordtooldominator.com. ഇതാണ് അതിൻ്റെ ഹോം പേജ്.
അപ്പോൾ ഇതിൽ ആമസോൺ കീവേഡ് ടൂൾ ഉണ്ട്, eBay കീവേഡ് ടൂൾ ഉണ്ട്. അപ്പോൾ പല കീവേഡ് ടൂൾ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഐഡിയാസ് സ്ക്രാച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ആമസോൺ എൻ്റെ ഇ-കൊമേഴ്സ് സ്റ്റോർ അല്ലേ, അപ്പോൾ ഞാൻ ആമസോൺ കീവേഡ് ടൂൾ തന്നെ എടുക്കുവാണ്. സെലക്ട്. അപ്പോൾ ഇതിൽ നോർമൽ കീവേഡ് റിസർച്ച് ഉണ്ട്, പ്രിസൈസ് ഉണ്ട്, ബ്രോഡ് ഉണ്ട്. നമ്മൾ ആമസോൺ എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ബ്രോഡായിട്ട് വരുന്ന ഇപ്പം കീവേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് സെർച്ച് ചെയ്യേണ്ടത് ഡ്രൈ ഡോഗ് ഫുഡ് ആണെന്ന് വെച്ചോ. അപ്പോൾ ഞാൻ ആമസോണിൽ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ പെറ്റ് സപ്ലൈസ് ആണ്. അത് മൊത്തത്തിൽ ജനറൽ, അതിനെ നമുക്ക് ബ്രോഡായിട്ട് പറയാൻ പറ്റും. പിന്നെ അതിൽ സെക്കൻഡ് കുറച്ച് നാരോ ചെയ്ത് വരുന്നത്, അതായത് എനിക്ക് ഡോഗ് ഫുഡ് ആണല്ലോ വേണ്ടത്, അപ്പോൾ ഡോഗ് സെലക്ട് ചെയ്യാം. അത് എനിക്ക് ഇവിടെ കാണാൻ പറ്റും. അത് ഞാൻ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് ഈ ഡോഗിൽ തന്നെ ഇഷ്ടംപോലെ സെക്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഫുഡ് സെലക്ട് ചെയ്യാം. ആ ഫുഡിൽ തന്നെ ഇഷ്ടംപോലെ സെക്ഷൻ ഉണ്ട്. ഡ്രൈ ഫുഡ് ഉണ്ട്, പിന്നെ എന്താ പറയുക, റോ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ പ്രിസൈസ് കീവേഡ്സിൽ വരുന്നതാണ്. പിന്നെ നോർമൽ കീവേഡ്. അപ്പം ഞാനിപ്പോൾ നോർമൽ കീവേഡ് സെർച്ച് കൊടുക്കുവാണ്. എന്നിട്ട് ഞാനിവിടെ ബേർഡ് ഫീഡർ കൊടുക്കുവാണ്. എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട് ട്രൈ ആൻഡ് ആസ്ട്രിക് ഫോർ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടണമെന്നുണ്ടായി. അപ്പം ഞാൻ ആസ്ട്രിക്ക് കൊടുക്കുവാണ്, ബേർഡ് ഫീഡർ ആസ്ട്രിക്. അപ്പം എനിക്ക് ഇവിടുത്തെ വേണ്ട, എനിക്ക് ഇതിൻ്റെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ എന്നിട്ട് ആമസോൺ ഡിപ്പാർട്ട്മെൻറ്റ് ഓൾ കാറ്റഗറീസ് കൊടുക്കുവാണ്. ഇതിനകത്ത് തന്നെ ഉണ്ട്, പെറ്റ് സപ്ലൈസ് ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഓൾ കാറ്റഗറീസ് ജനറലായിട്ട് എടുക്കുവാണ്. സെർച്ച്. ഓക്കെ, സോ എനിക്ക് കിട്ടിയ റിസൾട്ട്സ് ആണ് ഇത്. ഇതിപ്പോൾ ഒരുപാട് റിസൾട്ട് ഉണ്ട്. ഞാൻ ആമസോണിൽ ഡയറക്റ്റ് ആയിട്ട് നോക്കിയപ്പോഴത്തേക്ക് എനിക്കൊരു 7 or 8 റിസൾട്ടേ വന്നിട്ടുള്ളായിരുന്നു. അതേസമയം അതായത് നമ്മൾ ഈ സെർച്ച് ബോക്സിൽ, ആമസോണിൻ്റെ സെർച്ച് ബോക്സിൽ നോക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ട ഒരു എത്ര എണ്ണം കാണും, 1 2 3 4 ഒരു 10 എണ്ണം മാക്സിമം, അല്ലെങ്കിൽ 12. അതേസമയം ഈ ടൂൾ യൂസ് ചെയ്തപ്പോഴത്തേക്ക് അത് സ്ക്രാച്ച്, അതായത് ആമസോണിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ്, പക്ഷെ നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, ലോങ് ടെയിൽ കീവേഡ്സും കൂടിയാണ്. അപ്പോൾ ഇത് മറ്റൊരു മെത്തേഡ്, ഇത് വിത്ത് റാങ്ക് കാണിക്കുന്നുണ്ട്, കണ്ടോ? ഓക്കെ, അപ്പോൾ ഇത് മറ്റൊരു മെത്തേഡാണ്. പിന്നെയുള്ള ഒരു മെത്തേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൽ തന്നെ പോയിട്ട് ഇപ്പോൾ എനിക്ക് മെയിൻ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ പോവുക. ഓക്കെ, ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും സത്യം പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ബ്രോഡായിട്ട് എടുക്കുന്നവർക്ക് അത് ബ്രോഡ് കീവേഡ്സ് ആയിട്ട് എടുക്കാം. അതല്ല സ്പെസിഫിക് ആയിട്ട് പോകണമെന്നുള്ളവർക്ക് അങ്ങനെ പോവാം. ഇപ്പോൾ പെറ്റ് സപ്ലൈസ്, എനിക്കിപ്പോൾ ഡോഗ് ഫുഡ് ആണല്ലോ വേണ്ടത്, അപ്പം ഞാൻ പെറ്റ് സപ്ലൈസിൽ പോയി. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാം വരും. അതായത് പെറ്റ് സപ്ലൈസിൽ ഇവർ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം എനിക്ക് ആക്സസിബിൾ ആണ്. അപ്പോൾ എനിക്ക് വേണ്ടത് ഡോഗ് ഫുഡാണ്. അപ്പം അടുത്ത കാറ്റഗറീസ് വരുന്നുണ്ട്, അതായത് കുറച്ചുകൂടെ സബ് കാറ്റഗറിയാണ്. അത് ഈ പെറ്റ് സപ്ലൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രോഡായിട്ടുള്ളൊരു സംഭവമാണ്. അതിൽ നിന്ന് നമ്മൾ കുറച്ചൊന്ന് നാരോ ആയി. അപ്പം ഞാൻ ഡോഗ്സിൻ്റെ സെക്ഷൻ എടുത്തു. അപ്പം ഡോഗ്സിൻ്റെ സെക്ഷൻ എടുത്തപ്പോഴത്തേക്ക് അത് പിന്നെയും കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടുന്ന ഫുഡാണ്. ഞാൻ ഫുഡ് ക്ലിക്ക് ചെയ്തു. ഇതൊക്കെ ഓരോരോ കീവേഡ്സ് ആണ്. അത് നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഏതാണ്, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, അതായത് നമ്മുടെ കണ്ടന്റിനോട്, നമ്മുടെ സൈറ്റിൻ്റെ കണ്ടന്റിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രിസൈസ് ആയിട്ടുള്ള കീവേഡ്സ് ചൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കണ്ടോ? അപ്പോൾ ഫുഡിൽ തന്നെ ഡ്രൈ വന്നു, വെറ്റ് വന്നു. അപ്പോൾ നമുക്ക് കീവേഡ്സ് ഇപ്പോൾ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഡ്രൈ ഡോഗ് ഫുഡ്, അതുപോലെ നമുക്ക് യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ക്വാളിറ്റി നമ്മുടെ സ്റ്റോർ പ്രൊവൈഡ്, ഇപ്പോൾ ഹെൽത്തി, ഡ്രൈ ഡോഗ് ഫുഡ്, അങ്ങനെ എന്തെങ്കിലും ഈ കീവേഡ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ലോങ് ടെയിൽ കീവേഡ് നമുക്ക് ചൂസ് ചെയ്യാം. നമ്മൾ എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ആ കീവേഡിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡ്. അതായത് ഇത് നമ്മുടെ കാറ്റഗറി പേജസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കീവേഡ്സ് ആണ്, കാറ്റഗറി പേജസിൽ. ഓക്കെ,
പിന്നെ അതുപോലെയുള്ള ഒരു ഓപ്ഷനാണ് ഈ ആമസോണിൽ ചെയ്യുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ കോമ്പറ്റീറ്റർ, ഇഷ്ടംപോലെ കോമ്പറ്റീറ്റർ വെബ്സൈറ്റ് കാണുമല്ലോ, അവരുടെ എല്ലാം ഈ കാറ്റഗറീസും പിന്നെ സബ് കാറ്റഗറീസും ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് അതുവഴി നിങ്ങൾക്ക് യുണീക്ക് ആയിട്ടുള്ള കീവേഡ്സ്, അതായത് നിങ്ങളുടെ വെബ്സൈറ്റിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കീവേഡ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഈ ആമസോണിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ വിക്കിപീഡിയ. വിക്കിപീഡിയ വളരെ ഹെൽപ്ഫുൾ ആണ്. ഞാനിപ്പോൾ ഒരു ബാക്ക് പാക്ക് കൊടുക്കുവാണ്. ഓക്കെ, ബാക്ക് പാക്ക് അതായത് ബാഗ്. ഓക്കെ, സെർച്ച് വിക്കിപീഡിയ. ഇതെല്ലാം ഓരോരോ കീവേഡ്സ് ആണ്. മോഡേൺ, പിന്നെ അതുപോലെ കണ്ടൻസ് ഇതുണ്ട്, സ്നാപ്സാക്ക്, പിന്നെ ഇതെല്ലാം ഇതിന് ഓരോരോ കീവേഡ്സ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ കണ്ടൻസിലുള്ളതും ശ്രദ്ധിക്കണം. ഡെയിലി യൂസ് ബാക്ക് പാക്സ്, പ്രൊഫഷണൽ യൂസ് ബാക്ക് പാക്സ് ഫോർ ട്രാവൽ. അപ്പം ഇത് കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾ ലോങ് ടെയിൽ കീവേഡ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെയുള്ള ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ SEM Rush. അപ്പോൾ SEM Rush പെയ്ഡ് ടൂളാണ്. 7 days ഫ്രീ ട്രയലാണ്. എൻ്റെ 7 days ഫ്രീ ട്രയലൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് എനിക്കത് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റത്തില്ല, ബട്ട് ഇറ്റ്സ് എ വെരി ഗുഡ് ടൂൾ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ semrush.com പോവുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ഡൊമൈൻ നെയിം, കോമ്പറ്റീറ്ററിൻ്റെ ഡൊമൈൻ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ സൈഡിൽ ഓർഗാനിക് റിസർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓർഗാനിക് റിസർച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഫുൾ കീവേഡ്സ്, അതായത് കോമ്പറ്റീറ്ററിൻ്റെ സൈറ്റിൽ വരുന്ന കീവേഡ്സ് എല്ലാം അതിൽ ലിസ്റ്റഡ് ആയിട്ട് വരും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ലോങ് ടെയിൽ ആയിട്ടുള്ള നിങ്ങളുടെ കണ്ടന്റുമായിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കീവേഡ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് അതിൽ തന്നെ വീണ്ടും കോമ്പറ്റീറ്റേഴ്സ് വരും. അപ്പോൾ അതിൽ സെലക്ട് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ ഓർഗാനിക് റിസർച്ച് ചെയ്യുക. അങ്ങനെ ഓരോ കോമ്പറ്റീറ്റേഴ്സിനെ എടുത്ത് സെയിം തിങ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് കീവേഡ്സ് കിട്ടും. ഓക്കെ, പിന്നുള്ളത് ഗൂഗിൾ കീവേഡ് പ്ലാനർ. ഗൂഗിൾ കീവേഡ് പ്ലാനർ അത്ര നല്ല ഒരു കീവേഡ് ടൂളാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആക്ച്വലി അല്ല, പക്ഷെ ഗൂഗിൾ കീവേഡ് പ്ലാനർ വെച്ചിട്ട് വേറെ ഒരുപാട് യൂസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഗോ ടു കീവേഡ് പ്ലാനർ, ഞാനിവിടെ ഡോഗ് ഗെറ്റ് റിസൾട്ട്സ്. ബെസ്റ്റ് ഡോഗ് ഫുഡ്, ഗ്രീൻ ഫ്രീ ഡോഗ് ഫുഡ്, ബെസ്റ്റ് പപ്പി ഫുഡ്. ഇതിൽ നിന്ന് നിങ്ങൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ലോങ് ടെയിൽ കീവേഡ്സ് കണ്ടുപിടിക്കുക. ബെസ്റ്റ് ഡ്രൈ ഡോഗ് ഫുഡ് ഉണ്ടോ? അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇപ്പോൾ ഡ്രൈ ഫുഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ലോങ് ടെയിൽ കീവേഡ്സ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. ഇത് ഇപ്പം നമ്മളിപ്പോൾ പറയുന്ന മൊത്തം കീവേഡ് ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഇനി ചൂസ് ചെയ്യാനുള്ളതുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് ഇത് ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ട്, അതായത് ഫൈൻഡിങ് പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾ പറയും ഇതിൽ നിന്ന് എങ്ങനെയാണ് ഇപ്പം ഏറ്റവും ആപ്റ്റ് കണ്ടുപിടിക്കുക, അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു മെത്തേഡാണ് കീവേഡ് ഫൈൻഡ് ചെയ്യാന്നുള്ളത്. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഗൂഗിൾ കീവേഡ് പ്ലാനർ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കീവേഡ്സ് ജനറേറ്റ് ചെയ്യാനല്ല, പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും. സെർച്ച് വോളിയം, പിന്നെ അതുപോലെ കൊമേഴ്ഷ്യൽ ഇൻറ്റൻറ്റ്, ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ലൊരു ടൂളാണ് ഈ കീവേഡ് പ്ലാനർ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കീവേഡ്സ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്നുള്ളത് പഠിച്ചു അല്ലേ? ഇനി ഈ കീവേഡ്സ്, അതായത് നമുക്കിപ്പോൾ കുറേ പൊട്ടൻഷ്യൽ ലോങ് ടെയിൽ കീവേഡ്സ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിനെ ചൂസ് ചെയ്യുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനൊരു 4 സ്റ്റെപ്പാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഫസ്റ്റ് വൺ സെർച്ച് വോളിയം, സെക്കൻഡ് വൺ കീവേഡ് പ്രൊഡക്റ്റ് ഫിറ്റ്, തേർഡ് വൺ കൊമേഴ്ഷ്യൽ ഇൻറ്റൻറ്റ്, ഫോർത്ത് വൺ കോമ്പറ്റീഷൻ. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് വോളിയം. അതായത് ഏറ്റവും കൂടുതൽ സെർച്ച് വോളിയം ഉള്ള ടേംസിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി. കാരണം അത്രയും ആളുകൾ ആ പർട്ടിക്കുലർ ടേം വെച്ചിട്ടാണ് സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, അതായത് അത്രയും ഡിമാൻഡ് ഉണ്ട് ആ സെർച്ച് ടേമിന്. അപ്പം അങ്ങനെയുള്ള
ടേംസ് ആയിരിക്കണം നമ്മൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് തന്നെ പല ഇൻഡസ്ട്രി അനുസരിച്ച് വ്യത്യാസമുണ്ട്. ചില ഇൻഡസ്ട്രിയിൽ മേ ബി 1 to 100 സെർച്ചസ് പെർ മന്ത് മതിയാകും, അത് ഹൈ ആയിരിക്കും, അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമായിരിക്കും. പക്ഷേ ചില ഇൻഡസ്ട്രിയിൽ ഈവൻ 10K സെർച്ചസ് പെർ മന്ത് വന്നാലും അവർക്ക് നോ യൂസ് ആണ്. ഓക്കെ, സോ അത് ഇൻഡസ്ട്രി അനുസരിച്ച് ഇങ്ങനെ സെർച്ച് വോളിയവും ഇൻഡസ്ട്രിയും റിലേറ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ചില ഐറ്റംസ് സീസണൽ വേരിയേഷൻസ് ഉള്ളതാണ്. അത് ഇപ്പം ക്രിസ്മസിൻ്റെ ടൈമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പർട്ടിക്കുലർ ടൈമിൽ ഇതിൻ്റെ സെർച്ച് വോളിയം ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് എവിടെ നിന്ന് അറിയാൻ പറ്റും? നമ്മുടെ കീവേഡ് പ്ലാനറിൽ നിന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതുണ്ടേ, ആവറേജ് മന്ത്ലി സെർച്ചസ് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ആവറേജ് മന്ത്ലി സെർച്ചസും അതുപോലെ കോമ്പറ്റീഷനും കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ മന്ത്ലി സെർച്ചസിലുള്ള വേരിയേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ വേറൊരു ടൂളുണ്ട്, കീവേഡ് ഫൈൻഡർ. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ ഇന്ത്യ കൊടുത്തു. അപ്പോൾ ഇതിലിപ്പോൾ ഓർഗാനിക് ഡോഗ് ഫുഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ അതിൽ 35/100, അതായത് കീവേഡ് ഡിഫിക്കൽട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ കീവേഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ കീവേഡായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ചെയ്യാൻ പാടാണോ എളുപ്പമാണോ എന്നുള്ളതാണ്. അപ്പം 35 out of 100 ആണ്. അപ്പോൾ 35 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ കീവേഡ് ചൂസ് ചെയ്യാൻ കുഴപ്പമില്ല, കാരണം നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് റാങ്ക് ചെയ്യാം, അത് പോസിബിൾ ആണ് എന്നാണ് അവർ പറയുന്നത്. കീവേഡ് ഡിഫിക്കൽട്ടി എന്ന് വെച്ചാൽ ഹൗ ഡിഫിക്കൾട്ട് ഇസ് ദിസ് കീവേഡ് ടു റാങ്ക്. അപ്പോൾ 35 ഓക്കെ ആണ്, അതായത് പോസിബിൾ ആണ്. ഓക്കെ, പിന്നെ അതുപോലെ അവർ മന്ത്ലി സെർച്ച് വോളിയം കാണിക്കുന്നുണ്ട്. മന്ത്ലി സെർച്ചസ് മെയിൽ ഇത്ര, May 16, 17, 18 കണ്ടോ. അങ്ങനെ നിങ്ങൾക്ക് മന്ത്ലി സെർച്ച് വോളിയം അറിയണമെന്നുണ്ടെങ്കിൽ ഈ ടൂൾ എടുത്താൽ മതി, KW ഫൈൻഡർ. ഓക്കെ, സോ ഇതും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. സെക്കൻഡ് പോയിന്റ് അറിഞ്ഞിരിക്കേണ്ടത് കീവേഡ് പ്രൊഡക്റ്റ് ഫിറ്റ് ആണ്. കീവേഡ് പ്രൊഡക്റ്റ് ഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു കീവേഡ് കണ്ടുപിടിച്ചു. ഓക്കെ, ആ കീവേഡ് ഞാൻ കീവേഡ് പ്ലാനറിൽ നോക്കിയപ്പോഴത്തേക്ക് നല്ല സെർച്ച് വോളിയം, ഹൈ സെർച്ച് വോളിയം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്നാൽ പിന്നെ ഞാനതങ്ങ് എടുക്കട്ടെ അല്ലെങ്കിൽ എൻ്റെ വെബ്സൈറ്റിൽ യൂസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു പ്രോപ്പർ ഐഡിയ ആണോ? അല്ല. കാരണം എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ, ഇപ്പം കീവേഡ് പ്ലാനർ എടുക്കുവാണ്, ടീ പൗഡർ, ഓക്കെ, അല്ലെങ്കിൽ ടീ ലീവ്സ് ആണ് ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള കീവേഡ്, ഭയങ്കര സെർച്ചസ് ഒക്കെ ഉള്ള കീവേഡ് ആണെന്ന് വെച്ചോ, ടീ ലീവ്സ് ഓൺലൈനോ അങ്ങനെ എന്തെങ്കിലും ലോങ് ടൈം കീവേഡ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്, പക്ഷെ നിങ്ങളുടെ സൈറ്റിൽ എന്താ ടീ ബാഗ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ടീ ലീവ്സ് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് നിങ്ങളുടെ സൈറ്റിൽ കൊണ്ടിട്ടിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? സൈറ്റ് ചിലപ്പോൾ അതിന് അപ്പാവുമായിരിക്കും, റാങ്ക് അപ്പാവുമായിരിക്കും, പക്ഷെ ആളുകൾ കയറുമ്പോഴത്തേക്ക് അത് നോക്കുമ്പോൾ അത് ടീ ബാഗ്സ് ആണ്, ടീ ലീവ്സ് അല്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ സൈറ്റുമായിട്ട് റിലവൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള കീവേഡ്സ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതാണ് കീവേഡ് പ്രൊഡക്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ഇൻറ്റൻറ്റ് ആണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ഇൻറ്റൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില കേസസിൽ, അതായത് ചില കീവേഡ്സ്, ചില ടേംസിന് ആവറേജ് മന്ത്ലി സെർച്ചസ് അല്ലെങ്കിൽ സെർച്ച് വോളിയം ഭയങ്കര ഹൈ ആയിരിക്കും. ഓക്കെ, പക്ഷേ അതൊന്നും കൺവേർട്ടബിൾ ആയിരിക്കില്ല, അതായത് കൺവേർട്ടഡ് ടു സെയിൽസ് അതായിരിക്കില്ല, ആ ടേംസ് ഒന്നും കൺവേർട്ടബിൾ ആയിരിക്കില്ല, പക്ഷെ അതിനെല്ലാം ഭയങ്കര സെർച്ച് വോളിയംസ് കാണും. അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മനസ്സിലാക്കാൻ, അതായത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സെർച്ചസ് ആണ്. അതായത് അവർക്കത് പർച്ചേസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക, ഒരു റെഡി ടു ബൈ ഓപ്ഷൻ അവരുടെ മൈൻഡിൽ കാണില്ല. അവർക്ക് ജസ്റ്റ് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കിട്ടിയാൽ മതി. ഓക്കെ, അങ്ങനെയുള്ള സെർച്ച് ടേംസ് ആണ് ഈ പറഞ്ഞ, അതും കൂടി വേണം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട്. ഓക്കെ, അതായത് സെർച്ച് വോളിയംസ് ഒക്കെ ഹൈ ആയിരിക്കാം, പക്ഷേ അത് റെഡി ടു ബൈ അല്ലെങ്കിൽ കൺവേർട്ടബിൾ ആയിട്ടുള്ള ഒരു സെർച്ച് ടേം ആയിരിക്കില്ല. അപ്പം ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതും ഈ കീവേഡ് പ്ലാനർ യൂസ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗ്രീൻ ടീ ആയിട്ട് ഒരു റിലേഷൻ നോക്കുകയാണ്. അപ്പോൾ ഈ നോർമലി ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗ്രീൻ ടീ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വാക്ക് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരു ജനറൽ ഒരു സംഭവമാണ്, ബ്രോഡ്. അപ്പോൾ അതിൻ്റെ കോമ്പറ്റീഷൻ ഹൈ ആണ്, ഭയങ്കര മന്ത്ലി സെർച്ചസ് ഉണ്ട്. പക്ഷേ ഈ ടോപ്പ് ഓഫ് പേജ് ബിഡ് ഹൈ കണ്ടോ,
ഈ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് അഡ്വർടൈസർ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്. അതായത് ഹയർ റേഞ്ച് ഓഫ് വാട്ട് ദി അഡ്വർടൈസർ ഹാസ് ഡൺ. ഈ ഗൂഗിൾ ആഡ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു കീവേഡ് അവരെടുത്തിട്ട് മാക്സിമം എത്ര എമൗണ്ട് അവർ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഹൈ ബിഡ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും മന്ത്ലി സെർച്ചസ് ഭയങ്കര ഹൈ ആണ്, കോമ്പറ്റീഷൻ ഭയങ്കര ഹൈ ആണ്, പക്ഷേ ഹൈ ബിഡ് നോക്കിയേ 7ൽ കിടക്കുവാണ്. ഓക്കെ, അതേസമയം ഈ മെച്ച ഗ്രീൻ ടീ കണ്ടോ, ഇത് കുറെ കൂടെ പ്രിസൈസ് ആണ്, സ്പെസിഫിക് ആണ്. അതിന്റെ ബിഡ് നോക്കിയേ 16.24. അപ്പൊ ഇത് കുറച്ചും കൂടെ റവന്യൂ ജനറേറ്റിംഗ് ആണ്. എന്ന് കരുതി ഇത് നിങ്ങൾ സൈറ്റ് ഇടണമെന്നല്ല, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സൈറ്റ് ആണെങ്കിൽ അങ്ങനെ ഇടാം. ഓക്കെ, പിന്നെ എന്താ ജാസ്മിൻ ടീ, അതായത് പ്രിസൈസ് ആയിട്ടുള്ള കീവേഡ്സിന് എപ്പോഴും കുറച്ചുകൂടെ ഹൈ ബിഡ് ആയിരിക്കും. പിന്നെ അതുപോലെ മാച്ച ഗ്രീൻ ടീ പൗഡർ, ഇതിന്റെ എല്ലാം കോമ്പറ്റീഷൻ ഹൈ തന്നെയാണ്. ഗൺ പൗഡർ ടീ 20 ആണ് ഹൈ ബിഡ്. ഇതെന്താ സംഭവം ഞാൻ കേട്ടിട്ടില്ല. ക്യാച്ചിങ് ഏതെങ്കിലും ടീ റിലേറ്റഡ് സംഭവമായിരിക്കും അത്, പക്ഷെ ഹൈ ബിഡ് ആണ്, കോമ്പറ്റീഷൻ ലോ ആണ്. ഇതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ആവറേജ് മന്ത്ലി സെർച്ചസും കോമ്പറ്റീഷനും കണ്ടുകൊണ്ട് മാത്രം ഒരു കീവേഡ് ചൂസ് ചെയ്യരുത്. അതായത് ഓർഗാനിക് SEO ചെയ്യുമ്പോൾ നിങ്ങൾ ടോപ്പ് ഓഫ് പേജ് ബിഡും കൂടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ മന്ത്ലി സെർച്ചസും കോമ്പറ്റീഷനും ടോപ്പ് ഓഫ് ബിഡും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങളൊരു കീവേഡ് ചൂസ് ചെയ്യാൻ. അതായത് ഏറ്റവും കൂടുതൽ ബിഡിന് ഒരു അഡ്വർടൈസർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരത് വെച്ചിട്ട് കുറേ റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അതായത് വളരെ കൺവേർട്ടബിൾ ആയിട്ടുള്ള ഒരു കീവേഡ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കീവേഡ്സ് ചൂസ് ചെയ്യണം. ഈ ഇ-കൊമേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇ-കൊമേഴ്സ് സൈറ്റ്, നോർമൽ വെബ്സൈറ്റ് ഇ-കൊമേഴ്സും തമ്മിൽ മിക്സ് ആയി പോകരുത്. ഇ-കൊമേഴ്സ് സൈറ്റ്സിന് എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യേണ്ടത് മീഡിയം അല്ലെങ്കിൽ ഹൈ കോമ്പറ്റീഷൻ കീവേഡ്സും പിന്നെ അതുപോലെ ഈ ബിഡിങ് ഹൈ ആയിട്ടുള്ള കീവേഡ്സും ആയിരിക്കണം. അതായത് റവന്യൂ ജനറേഷൻ ആണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ മറ്റൊരു വിഷയം കൂടി ഉണ്ട്. അതായത് ഇപ്പോൾ ഹൈബ്രിഡ് ആയിട്ടുള്ള, അതായത് ഹൈ കോമ്പറ്റീഷൻ വരുന്ന കീവേഡ്സ് എടുക്കുമ്പോൾ റാങ്ക് ചെയ്യാൻ കുറച്ച് സ്ട്രഗിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിന് മറ്റൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇ-കൊമേഴ്സിന് എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യേണ്ടത് മീഡിയം ആൻഡ് ഹൈ കോമ്പറ്റീഷൻ കീവേഡ്സ്, അതുപോലെ ബിഡും കൂടി നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന പ്രിസൈസ് ആയിട്ടുള്ള കീവേഡ്സ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ ഇത് നിങ്ങൾക്ക് ഈ കോമ്പറ്റീഷൻ എങ്ങനെ വരുന്നു എന്ന് അറിയാമല്ലോ അല്ലേ. അതായത് ഏറ്റവും കൂടുതൽ കോമ്പറ്റീറ്റേഴ്സ് അഡ്വർടൈസേഴ്സ് ബിഡ് ചെയ്യുമ്പോഴാണ് കോമ്പറ്റീഷൻ ഹൈ ആവുന്നത്. അതിൻ്റെ അർത്ഥം അത്രയും കൺവേർട്ടബിൾ ആണ് സംഭവം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആഡ്സ് ചെയ്യുമ്പോൾ കീവേഡ്സ് റിസർച്ച് മറ്റൊരു വേ ആണ്. ഇത് ഇ-കൊമേഴ്സ് SEOയ്ക്ക് വേണ്ടിയിട്ടുള്ള കീവേഡ്സ് ആണ് കേട്ടോ, രണ്ടും വ്യത്യാസമുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞത് മൊത്തം ഇ-കൊമേഴ്സ് SEOയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് കീവേഡ്സ് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ എന്താണ്? ഏറ്റവും കൂടുതൽ അഡ്വർടൈസേഴ്സ് ബിഡ് ചെയ്യുന്ന ടേമിനാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വരുന്നത്. അപ്പോൾ അത് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് കീവേഡ് നമ്മൾ ചൂസ് ചെയ്യരുത്. സെർച്ച് വോളിയൂംസ്, കോമ്പറ്റീഷൻ, പിന്നെ അതുപോലെ പേജ് ബിഡ്, പിന്നെ ആ പർട്ടിക്കുലർ കീവേഡ് നിങ്ങൾക്ക് ഏറ്റവും പ്രിസൈസ് ഉള്ളതാണോ എന്ന് കൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ് ആണ് കൊമേഴ്ഷ്യൽ ഇൻറ്റൻറ്റ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ഇൻറ്റൻറ്റ് എന്ന് വെച്ചാൽ നേരത്തെ നമുക്കൊരു ഡൗട്ട് വന്നില്ലേ, അതായത് ഹൈ കോമ്പറ്റീഷൻ ആയിട്ടുള്ള, ഹൈ മന്ത്ലി സെർച്ചസ് ഉള്ള, ഹൈ ബിഡ് ആയിട്ടുള്ള കീവേഡ്സ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അതിന് ഭയങ്കര പാടായിരിക്കില്ലേ റാങ്ക് ചെയ്യാൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇടയ്ക്ക് വരാം. സോ അപ്പോഴാണ് നമ്മൾ ഇത് കൂടെ കണക്കിലെടുക്കേണ്ടത്, കൊമേഴ്ഷ്യൽ ഇൻറ്റൻറ്റ്. കൊമേഴ്ഷ്യൽ ഇൻറ്റൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കീവേഡ്സ് കാണുമല്ലോ, അതായത് സെർച്ച് വോളിയം ഹൈ ആയിട്ടുള്ള, അതുപോലെ ബിഡ് ഹൈ ആയിട്ടുള്ള, കോമ്പറ്റീഷൻ ഹൈ ആയിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കീവേഡ്സ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മാത്രമല്ല ഈ കീവേഡ്സ് ഒക്കെ നമ്മുടെ സൈറ്റ്, നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പേജുമായിട്ട് ഏറ്റവും പ്രിസൈസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കീവേഡ്സ് നമ്മൾ ചൂസ് ചെയ്തിട്ട്
ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും തോന്നുന്ന ഒരു ഡൗട്ടാണ്, ഇത്രയും ഇതായിട്ടുള്ള കീവേഡ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പാടായിരിക്കില്ലേ, അങ്ങനെയുള്ള ഒരു ഡൗട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ നീൽ പട്ടേലിൻ്റെ ഉബർ സജസ്റ്റ് ടൂൾ യൂസ് ചെയ്യാം. ഇപ്പം എനിക്ക് വേണ്ടുന്ന ഡ്രൈ ഡോഗ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കീവേഡാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള കീവേഡ്. അപ്പം ഇതിൻ്റെ മന്ത്ലി സെർച്ചസ് ഡ്യൂറിങ് എ മന്ത് എന്ന് പറഞ്ഞാൽ 30 ആണ്. ഇതിപ്പോൾ ഞാൻ അറബ് എമിറേറ്റ്സ് ആണ് നോക്കിയിരിക്കുന്നത്. പിന്നെ SEO ഡിഫിക്കൽട്ടി, ഇനിയിപ്പോൾ ഇന്ത്യ ഒന്ന് എടുത്ത് നോക്കട്ടെ. ഓക്കെ, ഇന്ത്യയിൽ ഡ്രൈ ഡോഗ് ഫുഡ് സെർച്ച് വോളിയൂം ഇസ് 590, SEO ഡിഫിക്കൽട്ടി ഈസ് 43, പെയ്ഡ് ഡിഫിക്കൽട്ടി ഈസ് 99, കോസ്റ്റ് പെർ ക്ലിക്ക് ഇസ് 13.82. അപ്പോൾ ഈ ഒരു കീവേഡ് എടുക്കുകയാണെങ്കിൽ SEO ഡിഫിക്കൽട്ടി ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതായത് SEO ചെയ്ത് റാങ്ക് ചെയ്യാൻ പാടാണോ, എത്ര പാടാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് 100ലാണ് ഈ 43 വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. 1 to 30, 35 ഒക്കെ വളരെ ഈസി ആയിട്ട് റാങ്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ഒന്ന് ഇതാക്കിയാൽ മതി. 40 എബവ് ആണെങ്കിൽ ഒരു ഇച്ചിരി കൂടെ എഫേർട്ട് നമ്മൾ എടുക്കണം ബാക്ക് ലിങ്ക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ. എന്നാലും ഫൈനാണ്. ഓക്കെ, അപ്പോൾ SEO ഡിഫിക്കൽട്ടിയും കൂടെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം ഈ പറഞ്ഞ കീവേഡ്സ് നമ്മൾ എടുക്കാനായിട്ട്. അതിപ്പം 80, 90 ഒക്കെ വാല്യൂസ് ഉള്ള SEO ഡിഫിക്കൽട്ടി ഉള്ള സംഭവത്തിന് നമ്മൾ എടുത്ത് പണിഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അതൊരിക്കലും അത്രയും അച്ചീവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ SEO ഡിഫിക്കൽട്ടിയും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ആ ടേം ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ പെയ്ഡ് ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ്സ് ചെയ്യുമ്പോൾ, അതായത് പെയ്ഡ് ആഡ്സ് ചെയ്യുമ്പോൾ ആണ് എസ്റ്റിമേറ്റഡ് കോമ്പറ്റീഷൻ ഇൻ പെയ്ഡ് സെർച്ച്, ദ ഹയർ ദ നമ്പർ ദ മോർ കോമ്പറ്റേറ്റീവ്. അപ്പോൾ പെയ്ഡ് ഡിഫിക്കൽട്ടി എന്ന് വെച്ചാൽ 99, ഹൈ കോമ്പറ്റേറ്റീവ് ആണ്. അപ്പോൾ ഗൂഗിൾ ആഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും. പിന്നെ കോസ്റ്റ് പെർ ക്ലിക്ക്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത്രയും നോക്കിയാൽ മതി. SEO ഡിഫിക്കൽട്ടി ആണ് നമ്മുടെ SEOയ്ക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അത് ഈ കീവേഡ് എടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പിന്നെ നോക്കേണ്ടത് കീവേഡ് ടാർഗറ്റിംഗ് ആൻഡ് പേജ് ഒപ്റ്റിമൈസേഷൻ. അതായത് ഇപ്പോൾ ഒരു കീവേഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനെ ഔട്ട് റാങ്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു മെത്തേഡും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഇതിപ്പോൾ വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം ഡ്രൈ ഡോഗ് ഫുഡ് ഓൺലൈൻ. ഓക്കെ, ഇതാണ് എൻ്റെ ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന കീവേഡ്. അപ്പം ഇതിൻ്റെ കീവേഡ് ഡിഫിക്കൽട്ടി നോക്കി അത് ഓക്കെ ആണ്. പിന്നെ നമ്മൾ ഇത് ചെക്ക് ചെയ്ത് നോക്കുകയാണ്, ടാർഗറ്റിംഗ് ആൻഡ് പേജ് ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഡ്രൈ ഡോഗ് ഫുഡ് ഓൺലൈൻ ആണ് നമ്മുടെ കീവേഡ്. അപ്പം കണ്ട ഇവിടെ അതില്ല. ഓക്കെ, നമുക്ക് ഈ എക്സാക്റ്റ് മാച്ച് തന്നെ വരണം എന്നൊന്നും ഇല്ല കേട്ടോ. ഇതുമായിട്ട് ഏറ്റവും പ്രിസൈസ് ആവുന്നത് മതി. ഇതിനകത്ത് ഡ്രൈ ഫുഡ് ഇല്ല. ഓക്കെ, പിന്നെ ഇതുണ്ട്, ഡ്രൈ ഡോഗ് ഫുഡ് ഓൺലൈൻ. ഇതുണ്ട്, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ ഇടത്തില്ല. അപ്പം നമ്മൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പേജിൽ വരാൻ പറ്റും, അതായത് ഔട്ട് റാങ്ക് ചെയ്യാൻ പറ്റും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. നിങ്ങളപ്പോൾ ഇതുപോലെ കീവേഡ് എടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഔട്ട് റാങ്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതും ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതാണ് കീവേഡ് ടാർഗറ്റിംഗ് ആൻഡ് പേജ് ഒപ്റ്റിമൈസേഷൻ. അത് ചെക്ക് ചെയ്ത് നോക്കുവാണ് നമ്മൾ ഇത് ഔട്ട് റാങ്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കീവേഡ് റിസർച്ച് ഫോർ ഇ-കൊമേഴ്സ് സൈറ്റ് SEO നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഈ വീഡിയോയിൽ നിന്നും എനിക്ക് തരാൻ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പം ഒരുപാട്, അതായത് നമ്മുടെ നീൽ പട്ടേലിൻ്റെ ഊബർ സജസ്റ്റ്, അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റേഴ്സിൻ്റെ ഗൈഡ് ലൈൻസ് ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിപ്പം എനിക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് തോന്നിയ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്, അതായത് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആർക്കിടെക്ചർ, അതുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ടേക്ക് കെയർ, ബൈ.